ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നെക്സ്റ്റ് ഡേ കൂടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രേമപ്രഭാകരൻ. നമ്മളിന്നുള്ളത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ മാടന്നട എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ നമ്മളൊരു 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം വിത്ത് മൈക്രോ ഇൻവേർട്ടർ, എൻഫേസിൻ്റെ മൈക്രോ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അദാനിയുടെ പാനലൊക്കെ വെച്ചിട്ട് ടോപ്പ് കോൺ സീരീസിൽ വരുന്ന പാനലൊക്കെ വെച്ചിട്ട് ഒരു കിഡിലൻ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു 1 month ആയിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ കസ്റ്റമർ റിവ്യൂവും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, എത്രത്തോളം പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം വാല്യുബിൾ ആയിട്ടുണ്ട് ഈ പ്രൊജക്റ്റ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ സബ്സിഡി ഇപ്പോൾ 1 month കൊണ്ട് തന്നെ നമുക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കയറും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളിവിടുത്തെ കസ്റ്റമറായിട്ടുള്ള സതീഷ് മേനൻ സാറിന്, സാർ നമസ്കാരം. സാറിനോട് സാറിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. സാറിൻ്റെ പേരും ഒന്ന് പരിചയപ്പെടുത്തും പ്രേക്ഷകർക്ക്. പേരും അതുപോലെ തന്നെ എന്തായിരുന്നു പ്രൊഫഷന്, നല്ല കാര്യങ്ങളൊക്കെ. എൻ്റെ പേര് സതീഷ് മേനോൻ. ഞാൻ കുറച്ച് വർഷം വിദേശത്തായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ട് നാട്ടിലുണ്ട്. നെറ്റിൽ ഞാൻ സെർച്ച് ചെയ്ത കൂട്ടത്തിൽ പ്രവീൺ പ്രഭാകരൻ്റെ പേര് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും യോജിച്ച ഈ വർക്ക് ചെയ്യാൻ യോജിച്ച ഒരാളാണെന്ന് ഞാൻ കണ്ടെത്തുകയും അതിൻ്റെ ഫലമായിട്ട് ഞാൻ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ഇടപെടലുകൾ വളരെ ഡീസൻ്റായിട്ട് നമ്മളോട് പെരുമാറിയതുകൊണ്ട് നമുക്ക് അതിനകത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ മറ്റാരേക്കാളും വൃത്തിയായിട്ട് ചെയ്യുമെന്നൊരു വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്തു തന്നു. എല്ലാ നന്ദി ഞാൻ അദ്ദേഹത്തിനെ അറിയിക്കുകയാണ്. എത്ര ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 1 month ആയോ? ഇപ്പോൾ 1 month തികഞ്ഞായില്ല. ഇൻസ്റ്റലേഷൻ 16/1 ജനുവരി മാസം. അതെ, 16/1/25 ഇൻസ്റ്റലേഷൻ കഴിഞ്ഞത്. എനിക്ക് ആദ്യത്തെ ബില്ലും വരികയും ചെയ്തു. 15 ദിവസത്തെ ബില്ല്. അത് ക്ലോസിംഗ് ലാസ്റ്റത്തെ എൻഡിങ്ങിൽ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനിയിപ്പോൾ അടുത്ത മാസമാണല്ലോ കറക്റ്റ് ബില്ല് വരും. അതെ, ഒരു മാസത്തിലൊരിക്കലാണല്ലോ സോളാർ വെച്ച് കഴിഞ്ഞാൽ ബില്ല് വരുന്നത്. ഇപ്പോൾ എത്ര രൂപയുടെ കറണ്ട് ബില്ല് എന്തായാലും പൂർണ്ണമായിട്ടും? അതെ, കറണ്ട് ബില്ല് 11,000 രൂപ വരെ വന്നിട്ടുണ്ട് മുമ്പ്. കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം 8,000 രൂപയ്ക്കാണ്. അതിൻ്റെ മുമ്പത്തെ മാസം അല്ലേ? ഓക്കെ. ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ എന്താണ് ബില്ല്? അല്ല, ഇപ്പം നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനേ കൂടുതൽ യൂണിറ്റ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ദിവസത്തിനുള്ള നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 200 യൂണിറ്റോളം എക്സ്പോർട്ട് ചെയ്ത് കൂടുതൽ 354 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിൽ 154 യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തു. 200 യൂണിറ്റ് അവർക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പ്രൊഡക്ഷനൊക്കെ ഡെയിലി പ്രൊഡക്ഷൻ നോക്കുന്നുണ്ട്. 34 യൂണിറ്റ് വരെ വന്നിട്ടുണ്ട്. അത്ര കിട്ടിയില്ല. ഓക്കെ, 34 യൂണിറ്റ് വരെ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം കൂടി ആയതുകൊണ്ടും പിന്നെ മൈക്രോ ഇൻവെർട്ടറൊക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ ഒരു 30 കൂടി പ്രതീക്ഷിച്ചില്ല. പക്ഷേ 34 വരെ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു കടലോര പ്രദേശം, അതുപോലെ തന്നെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് തടസ്സങ്ങളും ഇല്ല. ഇപ്പോൾ എത്ര സമയം? ഏകദേശം 6 മണിയാവാനായി. എപ്പോഴും നല്ല രീതിയിൽ ഇപ്പോൾ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെയിലുണ്ട്. പിന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ടെറസൊക്കെ വൃത്തിയാക്കിയിട്ട് വൈറ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാക്സിമം ലെവലിൽ തന്നെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ വർക്കിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ സാർ ഹാപ്പിയാണോ എന്നുള്ള കാര്യം? തീർച്ചയായിട്ടും ഞാൻ വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനൊരു 30 കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ പലരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എത്ര കിട്ടുന്നു കൂട്ടത്തിൽ 1 കിലോവാട്ടിന് 6 യൂണിറ്റ് മാക്സിമം, പിന്നെ 5.5 യൂണിറ്റാണ് ഇവിടത്തിൽ പറഞ്ഞത്. പക്ഷേ 6 യൂണിറ്റ് അല്ല, 7 യൂണിറ്റിനടുത്ത് വരെ വരുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. നന്നായി വർക്ക് ചെയ്തു. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. എല്ലാം കൊണ്ട് ഹാപ്പി. സബ്സിഡി കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മളത് കുറച്ചിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആയിട്ടുണ്ട്. 1 മാസം കൊണ്ട് സബ്സിഡി ക്രെഡിറ്റ് ആകും. അല്ല, 1 മാസം 2 ആഴ്ച എടുത്തോളം തോന്നില്ല. ഇത് കണ്ടിട്ട് വളരെ സ്പീഡിലാണ് എല്ലാം വന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് ഈ പുതുതായിട്ടൊക്കെ സോളാർ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ താല്പര്യം, സാറിൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ കാര്യം മാത്രമല്ല മൊത്തത്തിൽ ഒരു സോളാറിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 2,000 രൂപയുടെ ബില്ല് ആണ് നിങ്ങൾക്ക് മാസം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് വരണം. നിങ്ങൾ സോളാർ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്കും നല്ലതാണ്. അതുപോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലിയാണ്. അതൊരു വലിയ കാര്യമാണ്. നമ്മളാരും അറിയാതെ ചെയ്യുന്ന ഒരു വലിയൊരു രാജ്യത്തിന് ചെയ്യുന്ന ഒരു വലിയ ഉപകാരമാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു സോളാറിലേക്ക് വരണം. 2 കിലോ വാട്ടോ 3 കിലോ വാട്ടോ
5 കിലോ വാട്ടോ അവരവരുടെ കൺസംഷൻ അനുസരിച്ച് നിങ്ങൾ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 2-3 മാസത്തോളമായിട്ട് നമുക്ക് ഈ ലോണ് ഫിനാൻസ് വഴിക്കൊക്കെ കുറച്ചും കൂടി ബാങ്കുകളെല്ലാം ഇതിന് കുറച്ചും കൂടി നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലോണായിട്ട് 10 മാസത്തെ കാലാവധിയിലൊക്കെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സാധാരണക്കാരനും ഡൗൺ പേയ്മെൻറ്റ് 1 രൂപ പോലും ക്യാഷ് മുടക്കാതെ തന്നെ പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള ചെറിയൊരു പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വരുള്ളൂ. 7% ഇൻട്രസ്റ്റും കാര്യങ്ങളും വരുള്ളൂ. 2 ലക്ഷം രൂപ വരെ ബാങ്കുകാർ 7% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതെ, SBI. അതുകൊണ്ട് പൈസ ഇല്ലാത്തവർക്ക് വരെ നമുക്ക് ലോൺ എടുത്ത് നമുക്ക് മന്ത്ലി നമുക്ക് ചെറിയ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതിയല്ലോ. ഒരു പ്രൊജക്റ്റ് നമ്മുടെ വീട്ടിലേക്ക്, ഒരു അസറ്റ് നമ്മുടെ വീട്ടിലേക്ക് തീർച്ചയായിട്ടും ഇതൊരു ലോങ് പീരീഡിലേക്ക് ഇതൊരു വലിയൊരു അസറ്റാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. പിന്നെ ഈ മൈക്രോ ഇൻവേർട്ടർ സെലക്ട് ചെയ്യാൻ കാരണം അത് ഞാനിപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല, മറവുകളൊന്നുമില്ല. പിന്നെ മൈക്രോ ഇൻവേർട്ടർ വെക്കേണ്ട ആവശ്യം മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടണം ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ മൈക്രോ തന്നെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സ്ഥലത്ത് അത്ര മൈക്രോ ഇൻവേർട്ടർ ആവശ്യം നിർബന്ധമൊന്നുമില്ല. കാരണം സ്ട്രിങ് ആണെന്നുണ്ടെങ്കിലും പ്രൊഡക്ഷനൊക്കെ കിട്ടും. പക്ഷേ പിന്നെ ഭാവിയിൽ ചിലപ്പോൾ ഒരു EV ഒക്കെ എടുക്കണമെന്നൊരു ഉദ്ദേശമൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെ ഇതാകുമ്പോൾ ഇതാകുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത് എടുക്കാൻ അല്ലേ. മൊത്തത്തിൽ ഹാപ്പി. തീർച്ചയായിട്ടും ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഇവിടെ വെച്ചിട്ടുള്ള പാനൽ ഏത് ബ്രാൻഡിലാണ്, ഏത് മോഡലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ പാനൽ വെച്ചിട്ടുള്ളത് 570 വാട്ട്സിൻ്റെ പാനൽ, 9 പാനലാണ്. അദാനിയുടെ ടോപ്കോൺ സീരീസിൽ വരുന്ന പാനൽ. അതുപോലെ തന്നെ മൈക്രോ ഇൻവേർട്ടർ എൻഫേസിൻ്റെ 9 മൈക്രോ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു അടിപൊളി സിസ്റ്റമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പാതെയും കാര്യങ്ങൾ കുറച്ച് ഹൈറ്റിലും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നടപ്പാതെയും കാര്യങ്ങൾ കൊടുത്തിട്ട് നടന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് വാർപ്പ് ഇതിൻ്റെ ടെറസ് നല്ല രീതിയിൽ വൃത്തിക്കാൻ നമുക്ക് എല്ലാ പ്രൊജക്റ്റും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ISIൻ്റെ വയറിംഗ് പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെല്ലാം നല്ല പ്രോപ്പർ വൃത്തിയായിട്ട് നമ്മൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏകദേശം ഒരു പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് ഒരു 4 യൂണിറ്റ് മുതൽ 5 യൂണിറ്റൊക്കെയാണ് നമുക്ക് നോർമലായിട്ടുള്ള കേസുകൾക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന സ്ഥലമാണ്. തടസ്സങ്ങളൊന്നുമില്ല. മോർണിംഗ് ഈവനിങ് വരെ ഒരു തടസ്സങ്ങളും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും. ഇപ്പോൾ മാക്സിമം കസ്റ്റമറിന് പറഞ്ഞിട്ടുള്ളത് 35 യൂണിറ്റോളം പ്രൊഡക്ഷനൊക്കെ കിട്ടിയെന്നാണ്. അതൊക്കെ ഏറ്റവും ടോപ്പ് പ്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ നമ്മൾ അപ്പോളോൻ്റെയാണ് സ്ട്രക്ചർ 2.5 16 ഇഞ്ചിൽ പൈപ്പും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ എർത്തിങ്ങും കാര്യങ്ങളും SDBയും കാര്യങ്ങളും എർത്തിങ്ങും അതുപോലെ തന്നെ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്റ് എക്സൽ എർത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് നിങ് അറസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിന് ശേഷം നമുക്കിനി എന്തായാലും ഈ ഓരോ ദിവസം വരുന്ന പ്രൊഡക്ഷനും അതുപോലെ തന്നെ നിലവിൽ ടോട്ടൽ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ കൺസംഷൻ എത്ര വന്നിട്ടുണ്ട്, അങ്ങനെ ഡീറ്റെയിലും കാര്യങ്ങളും ഓരോ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീടിന് സൈഡിലായിട്ടാണ് നമ്മൾ താഴെ ഭാഗത്തായിട്ട് നമ്മളതിൻ്റെ മീറ്റർ വരുന്നത്. KCB മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എനർജി മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എൻഫേസിൻ്റെ ഒരു റിലേ ഉണ്ട്. അതുപോലെ തന്നെ എൻവോയ് എന്ന് പറഞ്ഞ 2 സാധനമുണ്ട്. അതുപോലെ തന്നെ SPD ഉണ്ട്, ബ്രേക്കറുകളുണ്ട്. എല്ലാം സീറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ വരുന്ന എത്ര കറക്റ്റ് ആംബിയറും കാര്യങ്ങളൊക്കെ മെഷർമെൻറ്റ് ചെയ്യാനുള്ളതും. അതുപോലെ തന്നെ നമ്മുടെ മീറ്ററിൽ നമ്മൾ KCB വീട്ടിലേക്ക് ഉള്ളിലേക്ക് എടുക്കുന്ന കറണ്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സീറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേബിൾ ട്രെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് നമ്മൾ അതിൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ ISIയുടെ വയറിംഗ് പൈപ്പ് കാര്യങ്ങളൊക്കെ ഐവറി കളറുള്ള പൈപ്പും സ്റ്റീൽ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വൃത്തിയായിട്ട് അതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്റർ ബോക്സ്, അതിൽ മീറ്റർ വിഷൻ ടെക്കിൻ്റെ നമ്മൾ 3 ഫേസ് എനർജി മീറ്റർ, അതുപോലെ തന്നെ ഹാവൽസിൻ്റെ DC ബ്രേക്കറും കാര്യങ്ങളും വെച്ചിട്ട് ഇവിടെ നിലവിൽ ഇതാണ് നമുക്ക് മീറ്റർ മാറ്റിയിട്ടുണ്ട്. KCB തന്നെയാണ് മീറ്റർ വെച്ചിട്ടുള്ളത്. നെറ്റ് മീറ്റർ മാറ്റിയിട്ടുണ്ട്. സീറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് കൂടുതൽ ഡീറ്റെയിൽ വരുന്നത്. നമുക്ക് ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ എർത്തിങ്, അതുപോലെ തന്നെ ACDB, അതുപോലെ തന്നെ സ്ട്രക്ചർ എർത്ത്, അങ്ങനെ 3 എർത്തിങ്ങായിട്ട് 3 എർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ പ്രൊഡക്ഷൻ ഓരോരോ പാനലിൽ നിന്നുള്ള പ്രൊഡക്ഷൻ സെപ്പറേറ്റ് കാണാൻ കഴിയും. 3.47 അങ്ങനെ 3.5 ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ മറവൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ പല പാനലിനും പല പോലെയാണ് വെയിൽ തട്ടുക. അപ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ഷനിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പാനൽ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ മറ്റ് പാനലുകളെ ബാധിക്കില്ല എന്നുള്ളതാണ് ഈ മൈക്രോ ഇൻവേർട്ടർ കൊണ്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്ട്രിങ് ഇൻവെർട്ടർ ആകുമ്പോൾ എല്ലാ പാനലും ഒരുമിച്ച് സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു പാനലിനാണ് ഷെയ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംബിയർ ലോസ് മൊത്തം പാനലും ബാധിക്കും. ഇതാകുമ്പോൾ അങ്ങനെയല്ല, ഇതെല്ലാ പാനലിനും ഓരോരോ പാനലിനും ഓരോ ഇൻവെർട്ടർ ആകുമ്പോൾ ഏതെങ്കിലും പാനൽ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ആ പാനലിന് മാത്രമേ ബാധിക്കുകയുള്ളൂ, മറ്റുള്ള പാനൽക്ക് ബാധിക്കില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും പാനലിന് പ്രൊഡക്ഷൻ കംപ്ലയിൻസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതുപോലെ മൈക്രോ ഇൻവെർട്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു 5 kW വിത്ത് മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ടുള്ള ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടെ ഉണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി കഴിഞ്ഞിട്ട് 2,90,000 രൂപ, ഏകദേശം 368 ആ റേഞ്ചിലേക്കാണ് നമുക്ക് ഒരു ടോട്ടൽ കോസ്റ്റ് വരുന്നത്. KCBയിൽ അടക്കേണ്ട 1-2 ഫീസുകൾ മാത്രമേ അഡീഷണൽ വരുള്ളൂ. അപ്പോൾ തന്നെ ഇപ്പം നിലവിലിപ്പോൾ നെറ്റ് മീറ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സിസ്റ്റമൊക്കെ നമുക്ക് ഓൾ കേരള നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും നമ്മളതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ 2 ഓഫീസുണ്ട്, അതുപോലെ തന്നെ കൊല്ലത്തുണ്ട് ഒരു ഓഫീസുണ്ട്. അതുപോലെ തന്നെ ഓൾ കേരള നമുക്ക് അതിൻ്റെ എല്ലാ സർവീസ് ടെക്നീഷ്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ വിളിക്കാം. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഞാൻ പ്രവീൺ പ്രഭാകരൻ, സൈനിങ് ഓഫ്.